നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം VS മുരാരി തന്ത്രി. എല്ലാവരുടെയും ഒരു സംശയമാണ് ധനപ്പറ എപ്രകാരമാണ് ഗൃഹത്തിൽ വയ്ക്കുന്നത് എന്നുള്ളത്. നമ്മുടെ പൂർവ്വകാലത്ത് എല്ലാ തറവാടുകളിലും ഒരു തെക്കേപ്പുര ഉണ്ടായിരുന്നു. അന്ന് ഈ തെക്കേപ്പുരയിലായിരുന്നു വിളക്ക് കത്തിക്കുന്നതും നമ്മുടെ വർഷത്തിൽ നെല്ലളക്കുന്ന പറയും പത്തായവും ഒക്കെ ഇരുന്നത്. പക്ഷേ അതൊക്കെ കാലം കഴിഞ്ഞപ്പോൾ നഷ്ടമായി. അന്ന് ഈ കുലങ്ങളിൽ മഹാലക്ഷ്മിയെ സങ്കല്പിച്ച് ഇതേപോലെ ആ ഗൃഹനാഥൻ്റെ ചെറുവിരലിൻ്റെ വലിപ്പത്തിൽ ഒരു പറ ആ തെക്കേപ്പുരയിൽ കണ്ടിരുന്നു. ഒരു 33 യവമുള്ള ഒരു പ്ലാമ്പലകയിലായിരുന്നു ഇത് വെച്ചിരുന്നത്. ഇന്ന് ഇതൊക്കെ അന്യം നിന്ന് പോയതിൻ്റെതായ ദോഷവസ്തുതകൾ ഓരോ ഗൃഹത്തിലും ഉണ്ട്. ശരിക്കും നമ്മൾ ഈ ധനപ്പറ വയ്ക്കുമ്പോൾ കൃത്യമായിട്ട് ഒരു ആചാര്യൻ്റെ നിർദ്ദേശാനുസരണം വേണം വയ്ക്കാൻ. അതിൽ ആദ്യമായി ഈ ധനപ്പറയിൽ മഹാലക്ഷ്മിയെ സങ്കല്പിച്ച് അഷ്ടലക്ഷ്മിമാരുള്ള ഒരു കോയിൻ, ഇത് നമ്മൾ തന്നെ ചെയ്യിച്ചെടുക്കുന്നതാണ്. ഈ കോയിൻ ഈ പറയുടെ മധ്യഭാഗത്ത് അടിയിലായി വയ്ക്കണം. നന്നായിട്ട് 8 ലക്ഷ്മിമാരെയും അഷ്ടലക്ഷ്മി മന്ത്രത്തിൽ പ്രാർത്ഥിച്ച് വേണം ഇത് വെക്കാൻ. അല്ലാതെ വെറുതെ നമ്മൾ അങ്ങോട്ട് വെച്ചിട്ട് കാര്യമില്ല. 2 ഇതിലേക്ക് നിറയെ നാണയങ്ങൾ, നോട്ടുകൾ ഒക്കെ നിറയ്ക്കണം. അപ്പം ഇത് നിറയ്ക്കുമ്പോൾ ഒന്നാമത്തെ പ്രാവശ്യം നമ്മൾ നാണയം ഇടുമ്പോൾ അങ്ങനെ 9 പ്രാവശ്യമാണ് നമ്മൾ നാണയം സമർപ്പിക്കേണ്ടത്. ഒന്നാമത്തെ പ്രാവശ്യം നാണയം സമർപ്പിക്കുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള എല്ലാവരുടെയും പേര്, നക്ഷത്രം ഇവയൊക്കെ മനസ്സിൽ സങ്കല്പിച്ച് അവരുടെ വയസ്സ് സഹിതം സങ്കല്പിച്ച് നന്നായിട്ട് മഹാലക്ഷ്മിയെ പ്രാർത്ഥിച്ച് വേണം ഈ നാണയം നമ്മൾ പറയിലേക്ക് നിറയ്ക്കാൻ. അപ്പം ആദ്യത്തെ നാണയം നമ്മൾ നിറച്ചു. കുടുംബത്തിലുള്ള എല്ലാവരുടെയും പേരും നക്ഷത്രവും ഒക്കെ ചിന്തിച്ച് നമ്മൾ ആദ്യത്തെ നാണയം നിറച്ചു. രണ്ടാമത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യവസായം, വിദ്യാഭ്യാസം, ഉയർച്ച ഇവയെല്ലാം സങ്കല്പിച്ച് രണ്ടാമത് ഒരു പിടി നാണയം മഹാലക്ഷ്മിയെ സങ്കല്പിച്ച് നമ്മൾ അതിലേക്ക് നിറയ്ക്കണം. മൂന്നാമത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ വ്യവസായ അഭിവൃദ്ധിക്കും, പണ്ടൊക്കെ കൃഷി സമ്പ്രദായങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത്. കൃഷിക്കുള്ള ഉന്നതിക്കും നാശനഷ്ടങ്ങളൊന്നും വരാതെ നന്നായിട്ട് ആ വിളവ് വരാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ മൂന്നാമത്തെ പിടി നാണയം മഹാലക്ഷ്മിയെ സങ്കല്പിച്ച് നമ്മൾ വീണ്ടും നിറച്ചു. നാലാമത്തെ പിടി കുടുംബത്തിൻ്റെ ഐക്യതയ്ക്കും സമ്പൽ സമൃദ്ധിക്കും ബന്ധുമിത്രാദികളുമായി വഴക്കും വയ്യാവേലിയും ഒന്നുമില്ലാതെ നന്നായി ഇണചേർന്ന് പോകാനും വേണ്ടുന്ന പ്രാർത്ഥിച്ച് നാലാമത്തെ പിടി നമ്മൾ മഹാലക്ഷ്മിയെ സങ്കല്പിച്ച് പറയിലേക്ക് നിറയ്ക്കണം. അഞ്ചാമത്തെ പിടി നമ്മുടെ സന്താനങ്ങളുടെ വിദ്യാഭ്യാസം, വിവാഹം, മറ്റ് സന്താനങ്ങളുടെ ജനനം ഇതെല്ലാം സങ്കല്പിച്ച് വേണം അഞ്ചാമത്തെ പിടി നമ്മൾ മഹാലക്ഷ്മിയെ പ്രാർത്ഥിച്ച് നിറയ്ക്കാൻ. ആറാമത്തെ പിടി ദേശത്തിനും നമ്മുടെ സുഹൃജനങ്ങൾക്കും ഒക്കെ ഐശ്വര്യം വന്ന് ചേരണമെന്ന് പ്രാർത്ഥിച്ച് വേണം ആറാമത്തെ പിടി മഹാലക്ഷ്മിയെ സങ്കല്പിച്ച് നിറയ്ക്കാൻ. ഏഴാമത്തെ പിടി എന്ന് പറയുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ബന്ധുമിത്രാദികൾ ചെയ്യുന്ന ബിസിനസ്സുകൾ, അതിൽ കസ്റ്റമർ ഏറെ വരാനും നമ്മളുടെ ബിസിനസ്സിനൊക്കെ അഭിവൃദ്ധി ഉണ്ടാവാനും കുടുംബത്തിലുള്ളവർക്ക് വിദേശവാസം നടക്കാനും ഒക്കെ പ്രാർത്ഥിച്ച് വേണം ഏഴാമത്തെ പിടി നടക്കാൻ. എട്ടാമത്തെ പിടി എന്ന് പറയുമ്പോൾ എല്ലാവിധ ഐശ്വര്യങ്ങളും നമ്മുടെ കുടുംബത്തിലേക്ക് വന്നു ചേരുന്നതിനും നല്ല സന്താന അഭിവൃദ്ധിയും വിദ്യാഗുണവും വന്നു ചേരാൻ വേണ്ടി മഹാലക്ഷ്മിയെ പ്രാർത്ഥിച്ച് എട്ടാമത്തെ പിടി നമ്മൾ സമർപ്പിക്കണം. ഒൻപതാമത്തെ പിടി നമ്മൾ സമർപ്പിക്കുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഉരുക്കൾ, അതായത് കാള, പശു, കുതിര, ആന ഇത്യാദി മുതലുകൾക്ക് ഗുണം വരുവാൻ വേണ്ടിയിട്ടും അവർക്ക് മറ്റ് ദോഷങ്ങളും രോഗങ്ങളും ഒന്നും വരാതെ നമുക്ക് നല്ല രീതിയിൽ ആദായം ഒക്കെ ലഭിക്കാനും വേണ്ടിയിട്ടാണ് ഒൻപതാമത്തെ പിടി നമ്മൾ സൂര്യാദി സർവഗൃഹേഭ്യോ എന്നുകൂടി ജപിച്ച് വേണം
നിറയ്ക്കാൻ. അപ്പം 9 പിടിയും മഹാലക്ഷ്മിയെ സങ്കല്പിച്ചാണ് നമ്മൾ നിറയ്ക്കേണ്ടത്. വീണ്ടും നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ വീട്ടിലുള്ള നാണയങ്ങൾ, നോട്ടുകൾ ഇവയൊക്കെ എടുത്ത് അതിലേക്ക് എല്ലാവിധ അഷ്ടൈശ്വര്യങ്ങളും വന്നു ചേരാൻ വേണ്ടിയിട്ട് നന്നായി പ്രാർത്ഥിച്ച് ഇതിലേക്ക് അങ്ങ് നിറയ്ക്കണം. പിന്നെ ഒരു ശകലം പോലും സ്ഥലം വെച്ചേക്കരുത്. അതിന് ശേഷമാണ് യഥാർത്ഥ ക്രിയകൾ വരുന്നത്. അപ്പം അതിന് ശേഷം ചെയ്യേണ്ടത് 3 കറുകപ്പട്ട മഹാലക്ഷ്മി മന്ത്രം ജപിച്ച് അതിൻ്റെ മധ്യഭാഗത്തായി ഇടണം. രണ്ടാമത് ചെയ്യേണ്ടത് 6 ഏലയ്ക്ക മഹാലക്ഷ്മിയെ മനസ്സിൽ സങ്കല്പിച്ച് ജപിച്ച് അഷ്ടൈശ്വര്യവും സമ്പൽ സമൃദ്ധിയും ധനധാന്യാദി വർധനവും വ്യാവസായിക അഭിവൃദ്ധിയും സന്താനങ്ങൾക്കൊക്കെ വിദ്യാകാര ഗുണവും ഒക്കെ ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ച് ആ നടുഭാഗത്തേക്ക് തന്നെ അത് സമർപ്പിക്കണം. അടുത്തത് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം കറുകപ്പട്ട ഇട്ടു, രണ്ടാമത് ഏലക്ക ഇട്ടു, മൂന്നാമത് ഗ്രാമ്പു, ഒരു 9 പീസ് ഗ്രാമ്പു മധ്യഭാഗത്തായിട്ട് സമർപ്പിക്കണം. അതിനുശേഷം ഒരു 10 പച്ചക്കർപ്പൂരം, കണ്ടോ ഇത് പച്ചക്കർപ്പൂരം, 10 പച്ചക്കർപ്പൂരം കൈകൊണ്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഞെരടി പൊടിച്ച് അതിൻ്റെ മധ്യഭാഗത്തേക്ക് സമർപ്പിക്കണം. അപ്പം പറ ഫുള്ള് നിറഞ്ഞു. പിന്നെ അതിനുശേഷം എന്താ ചെയ്യേണ്ടത്? ജലം എടുത്തു വെച്ചിട്ട് ഗംഗേജ യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേ അസ്മിൻ സന്നിധിം കുരു എന്നുള്ള മന്ത്രം ജപിച്ച് അല്പം ജലത്തിലേക്ക് ഈ തുളസിത്തണ്ട് തൊട്ട് 7 പ്രാവശ്യം തളിച്ച് കുടയണം. ശേഷം നമ്മുടെ 2 കൈയും ഇപ്രകാരം പൊത്തിപ്പിടിച്ച് 108 പ്രാവശ്യം മഹാലക്ഷ്മി മന്ത്രം ജപിക്കണം. ഇത് കുടുംബത്തിൽ വളരെ ഏറെ ഐശ്വര്യങ്ങൾ നിലനിർത്താൻ സഹായിക്കുന്ന ഒരു ഘടകമാണ്. അപ്പം നമ്മുടെ വീട്ടിലുള്ള പൂജാമുറിയിൽ ഉത്തമമായ ഒരു സ്ഥാനം കണ്ട് അവിടെ ഇതുപോലൊരു പറ വെച്ച് നന്നായി പ്രാർത്ഥിച്ച് മഹാലക്ഷ്മിയെ ആ വീട്ടിലേക്ക് നമ്മൾ ആനയിച്ചിരുത്തി ഈ കർമ്മം ചെയ്താൽ പൂർണ്ണമായി നിങ്ങൾക്ക് ഫലസിദ്ധി ഉണ്ടാവും. ഇത് ഒരുപാട് പേര് ഇപ്രകാരം സംശയം ചോദിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പം മന്ത്രം വേണ്ടുന്നവർ എൻ്റെ വാട്സപ്പിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ ഈ മഹാലക്ഷ്മി അഷ്ടലക്ഷ്മിമാരുടെ ഈ നാണയം വേണ്ടുന്നവരും നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക. നമ്മളിത് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പം വേണ്ടുന്നവർ മാത്രം കോൺടാക്റ്റ് ചെയ്താൽ മതി. ഇത് അല്ലാതെ ലഭിക്കാൻ വല്ല സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ കണ്ടെത്തി ചെയ്തു കൊള്ളുക. അപ്പം ഉത്തമമായ ഫലങ്ങൾ എല്ലാവർക്കും മഹാലക്ഷ്മി അനുഗ്രഹിച്ച് ലഭിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം.